വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ വായനയെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് സമയം അപഹരിക്കാതെ വേഗം പറഞ്ഞു പോകാം എന്നാണ് കരുതുന്നത്. വായനയെക്കുറിച്ച് എന്തു പറഞ്ഞു തുടങ്ങണം എന്നാലോചിക്കുമ്പോൾ ONV കുറുപ്പ് എഴുതിയ നമുക്കെല്ലാം പരിചിതമായ വരികളുണ്ട്. ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത എന്ന് അദ്ദേഹം പറയുന്നു. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതാണ് എൻ്റെ വായന. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വായനയുടെ 5 ഘട്ടങ്ങളെക്കുറിച്ചാണ്. 5 ഫേസുകളിലൂടെ കടന്നുപോയ വായനകളും. ഒന്ന്, ഞാൻ ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുക്കുന്നത് എൻ്റെ ആദ്യകാലത്തെ ഏതാണ്ട് ഒരു 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലയിലെ പെരിഞ്ചാംകുട്ടി എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു ബാലൻ്റെ ഓർമ്മകളാണ്. ആ ഓർമ്മകളിൽ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വണ്ടികൾ വരികയില്ല, വൈദ്യുതിയില്ല, ടെലിവിഷനില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് അവിടെ ആരെങ്കിലും പത്രം വരുത്തുക. ആഴ്ചയിൽ ഒരിക്കലേ പത്രം വരികയുള്ളൂ. എൻ്റെ 15 വയസ്സിനുള്ളിൽ ഞാൻ പത്രമൊന്നും വായിച്ചിട്ടില്ല. പക്ഷേ അന്ന് ഈ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സഖി, ജനനി, മംഗളം, മനോരമ, പിന്നെ കേരള ശബ്ദം, വനിത, ബാലമംഗളം, ബാലരമ, ബോബനും മോളിയും, ഇതൊക്കെയാണ് ആ ഗ്രാമത്തിൽ സജീവമായി ഓടിക്കൊണ്ടിരുന്ന വായനാ പുസ്തകങ്ങളെന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് കൗതുകമുള്ള ഒരു ഓർമ്മയെന്ന് പറയുന്നത്, എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും ഒക്കെ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഞാനടക്കമുള്ള എല്ലാ കുട്ടികളും വായിക്കാൻ എന്താ ഉള്ളത് എന്ന് ചോദിച്ച് അയൽ വീടുകൾ തേടി പോകുമായിരുന്നു. പട്ടിണിയുടെ ഒരു കാലത്ത് കഴിക്കാൻ എന്താ ഉള്ളത് എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ വായിക്കാൻ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചു പോകുന്ന അന്വേഷിച്ചു പോവുകയും കിട്ടുന്നതെല്ലാം ആബാലവൃദ്ധം ജനങ്ങളും, വീട്ടിൽ പ്രായമായി വെറുതെ ചടഞ്ഞിരിക്കുന്ന പ്രായം ചെന്ന ആൾക്കാരും, കൂലിപ്പണിക്ക് പോകുന്നവരും, സ്കൂളിൽ പോകുന്നവരും എല്ലാം ഈ കൈമറിഞ്ഞ് വരുന്ന ബോബൻ മോളയാണെങ്കിൽ അത്, മംഗളമാണെങ്കിൽ അത്, ദ്വൈവാരിക കേരള ശബ്ദമാണെങ്കിൽ അത്, അങ്ങനെ മാത്യു മറ്റത്തെ കാണുന്നു, അയ്യനത്തിനെ കാണുന്നു, സുധാകർ മംഗളോദയത്തെ കാണുന്നു, തോമസ് ടി അമ്പാട്ടിനെ കാണുന്നു, ബാറ്റൺ ബോസിനെ കാണുന്നു, കോട്ടയം പുഷ്പനാഥിനെ കാണുന്നു. എല്ലാവരുടെയും ബാല്യവായനകളിലെ ആദ്യത്തെ എഴുത്തുകാരെന്നുള്ള നിലയിൽ അവരാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ച, തകിടമറിച്ചൊരു ഘട്ടമാണ്. അത് എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട്, എൻ്റെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. കുടിയേറിയ ഏതൊരു കർഷകരുടെയും ജീവിതത്തെ പോലെ ഞങ്ങളുടെയൊക്കെ ജീവിതം ദാരിദ്ര്യരേഖയൊക്കെ ഇങ്ങനെ ടവർ ലൈൻ പോലെ തലയ്ക്ക് മുകളിൽ കൂടി പോകുന്ന അങ്ങേയറ്റത്തെ അതിദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ്. നല്ല പഞ്ഞവും നല്ല പട്ടിണിയും ഒക്കെ വിശപ്പും ഒക്കെ ഉള്ള ഒരു കാലത്ത് 17ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ പഠനം നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ്. പഠനം നിർത്തി, പ്രീ ഡിഗ്രി പകുതി വെച്ച് പഠനമൊക്കെ നിർത്തിയിട്ട് വീട് പോറ്റേണ്ട 17ാം വയസ്സിൽ ഞാനങ്ങനെ ഗൃഹനാഥനായി. ഗൃഹനാഥൻ്റെ പട്ടം എനിക്ക് ചാർത്തി കിട്ടി. അപ്പോൾ അങ്ങനെ ഗൃഹനാഥനായി കഴിഞ്ഞപ്പോൾ നിത്യേന എന്നോണം ഞാൻ ചെയ്യാത്ത ഒരു പണികളും ജീവിതത്തിൽ ബാക്കിയില്ല. ഞാൻ കശാപ്പ് കടയിൽ കണക്കെഴുതാൻ നിന്നിട്ടുണ്ട്. കരിമ്പ് വെട്ടി ശർക്കര ആട്ടുന്ന ചക്കിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ കടത്തിണ്ണകളിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട്. കന്നുകാലി നോട്ടക്കാരനായിരുന്നിട്ടുണ്ട്. പത്രം വിതരണം ചെയ്യുന്നവനായിരുന്നിട്ടുണ്ട്. ചെയ്യാത്ത മാർബിൾ മൊസൈക്കും ഷേപ്പ് ചെയ്യുന്ന, പോളിഷ് ചെയ്യുന്ന പണികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്ത് തൊഴിലെടുത്തിട്ടും വീടിനെ നടത്തിക്കൊണ്ട് പോകേണ്ട ഒരു ഉത്തരവാദിത്വമുള്ള എനിക്ക് 17ാമത്തെ വയസ്സിൽ എന്തു നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എനിക്ക് കൂട്ടുകൂടാനുള്ള അവസരങ്ങളില്ല, ഒരു കൗമാരക്കാരൻ്റെ ചാബല്യങ്ങളില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതി വച്ചിരിക്കുന്ന വേദനകൾ മറന്ന ഒരു കാലമാണ്. ഭാവിയെപ്പറ്റി പ്രതീക്ഷകളില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠനം നിലച്ച പ്രായമാണ് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്രഷൻ എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയുന്ന എന്താണ് എന്ന് 17ാമത്തെ വയസ്സിൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീലുകളും സ്റ്റാറ്റസുകളും ഇടുന്ന മുഴുവൻ ഈ കൊട്ടേഷൻസ് മുഴുവൻ ഡിപ്രഷനെ എങ്ങനെ മറികടക്കും, അല്ല ഡിപ്രഷൻ എന്താണ്, അതിലൂടെ നടന്നു കയറിപ്പോയ ഒരാളാണ് ഞാൻ. അന്ന് ഈ ഡിപ്രഷനെ അതിജീവിക്കാൻ എൻ്റെ വായനയുടെ 2ാം ഘട്ടം അവിടെയാണ്. പെയിൻ കില്ലർ റീഡിംഗ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. വേദനകൾ എങ്ങനെ മറക്കാമെന്നുള്ളതിന് ഒറ്റ മറുപടി ഉണ്ടായിരുന്നു. വേറെ എൻ്റർടൈൻമെൻറ്റ്സിനൊന്നും ആ നാട്ടിൽ സ്കോപ്പില്ല. അവിടെ വൈദ്യുതി ഇല്ല, അല്ലെങ്കിൽ തിയേറ്ററില്ല, ഈ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ പബ്ലിക് ലൈബ്രറി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3000 അല്ലെങ്കിൽ 5000 പുസ്തകങ്ങളുള്ള 4-5 തടിയലമാരകളിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ലൈബ്രറി. അവിടെ പോയിട്ട് കയ്യിൽ കിട്ടുന്ന എന്തൊക്കെയാണോ അതെല്ലാം എടുത്തുകൊണ്ടൊന്ന് വായിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആ കാലത്തെ ഏതാണ്ട് എല്ലാ ചെറുപ്പക്കാരുടെയും. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ
മരുഭൂമി അനുഭവങ്ങളിൽ നടന്നു കയറിയത് ഈ പുസ്തകങ്ങളെ ചവിട്ടിപ്പിടിച്ചിട്ടാണ്. അവിടെ ഞാൻ ഒരുപാട് ആൾക്കാരെ, എം മുകുന്ദനെയും എം ടി വാസുദേവൻ നായരെയും സേതുവിനെയും മലയാറ്റൂരിനെയും പെരുമ്പടവത്തെയും തകഴിയെയും അടക്കം, അല്ലെങ്കിൽ ഈ ഷെർലക് ഹോംസിനെയും ബ്രോം സ്റ്റോക്കറെയും ഒക്കെ കണ്ടെത്തുന്നത് ഈ ലൈബ്രറിയിലാണ്. അവിടെ മാക്സിം ഗോർക്കിയെ, ടോൾസ്റ്റോയെ ഒക്കെ വായിക്കാനായിട്ടുള്ള ഒരു അവസരം, ബംഗാളി എഴുത്ത് ആശാപൂർണ ദേവിയെയും ഒക്കെ വായിക്കാൻ പറ്റിയത് ആ ഒരു കാലത്താണ്. എന്തെല്ലാം ഓർമ്മയിലുണ്ടെന്ന് എന്നോട് ചോദിക്കരുത്. അത് ഓർമ്മിക്കാൻ വേണ്ടിയോ ആസ്വദിക്കാൻ വേണ്ടിയോ ആസ്വാദന കുറിപ്പെഴുതാൻ വേണ്ടിയോ വായിച്ചു പോയതല്ല, മറിച്ച് ജീവിതം എങ്ങനെയെങ്കിലും 24 മണിക്കൂറിൻ്റെ ഒരു സൈക്കിൾ. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് റേഷനായിട്ട് കിട്ടുന്ന മണ്ണെണ്ണ ഒഴിച്ച വിളക്കുകൾ രാത്രി അമ്മ ചീത്ത വിളിക്കുന്നത് വരെ കത്തിച്ച് വെച്ച് ആ മണ്ണെണ്ണ വിളക്കിൻ്റെ പകല് പണിയാൻ പോകണം, കൂലിപ്പണികൾക്ക് പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ വായനയുടെ ഫേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ഈ വായനകൾ മറ്റൊരു തലത്തിലേക്ക്. ഇതിനിടയിൽ ഞാൻ അന്ന് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം, എനിക്കതിൻ്റെ വലിയ ലേഖനങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഞാൻ ഇതിനിടയിൽ പ്രീ ഡിഗ്രി തന്നെത്താൻ എഴുതി പാസ്സായിട്ട് ഈ റീഡേഴ്സ് ഡൈജസ്റ്റിൻ്റെ ഓരോ ലേഖനം അവസാനിക്കുന്ന താഴത്തെ ഫുട് നോട്ട് സ്പേസിൽ ഇവർ ഒറ്റവരി തമാശകളൊക്കെ പ്രിന്റ് ചെയ്തു തരും. ഇത് വായിക്കാൻ വേണ്ടി മാത്രം. സത്യത്തിൽ അത് ഭ്രാന്താണ്. അന്ന് എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വിചാരിച്ച് എനിക്ക് ലേശം തലയ്ക്ക് പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിരുന്നു. കാരണം കൂലിപ്പണി എടുക്കുന്ന പൈസയിൽ നിന്ന് വരിസംഖ്യ കൊടുത്ത് റീഡേഴ്സ് ഡൈജസ്റ്റ് ഇപ്പോഴും ഒരു 50 കോപ്പി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ റീഡേഴ്സ് ഡൈജസ്റ്റ് വരുത്തി ഞാൻ ഈ ചെറിയ ചെറിയ തമാശകളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമുണ്ട്. എന്തായാലും ഈ വായനകൾ എന്നെ മുന്നോട്ട് കൊണ്ടെത്തിക്കുന്നത് അന്ന് ഈ മംഗളം വാരിക, കാര്യം പൈങ്കിളി പ്രസിദ്ധീകരണം എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും ഈ മംഗളം വാരികയിൽ IAS ഉദ്യോഗസ്ഥരുടെ ജീവിതക്കുറിപ്പുകൾ ഒരു പരമ്പരയായിട്ട് വരുന്നുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് IAS വരെ എത്തിയത്, അവർ പഠിച്ചത് എങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഇഷ്ടിക കളത്തിൽ പോയി ചെളി ചവിട്ടി കുഴച്ച് ഇഷ്ടികയുണ്ടാക്കി ആ ഇഷ്ടിക ചുട്ടെടുത്ത് ആ കളത്തിൽ പണിതും രാത്രിയിലിരുന്ന് പഠിച്ചും പുസ്തകങ്ങൾ കടം വാങ്ങിയും തലച്ചുമട് ചുമന്നും പഠിക്കാൻ പോയിട്ട് ഡിഗ്രി എടുത്തിട്ട് പിന്നീട് സിവിൽ സർവീസിലേക്ക് വന്ന ആൾക്കാരുടെ കുറിപ്പുകൾ അവിടെയുണ്ട്. ആ കുറിപ്പുകളാണ് പഠനത്തിലേക്ക് തിരിച്ചു വരണം എന്ന് എന്നെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ജീവിതത്തിന് മൂന്നാം ഘട്ടം എത്തുന്നത് പ്രചോദനാത്മകമായിട്ടുള്ള ഇൻസ്പിറേഷണൽ റീഡിങ്ങിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഇൻസ്പിറേഷണൽ റീഡിങ്ങിനെ വഴിമരുന്നിട്ട് തരുന്നത് ഈ മംഗളം വാരികയാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് പഠിച്ചേ ഉള്ളൂ എന്ന് തീരുമാനിച്ച് ഞാൻ 4 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആയിട്ട് പോയി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള കടലാസ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് യാതൊരു തർക്കവുമില്ല, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായി എന്ന് പറഞ്ഞ് ഞാൻ കയ്യിൽ മേടിച്ച് പിടിച്ച എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ അതിനകത്ത് ചില കഥകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. കരിഞ്ഞ കഞ്ഞിക്കഥ എന്ന് പറഞ്ഞൊരു കഥയൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതായത് താമസിക്കാൻ ചെല്ലുമ്പോൾ ഹോസ്റ്റലൊന്നുമില്ല. എനിക്ക് 12 കിലോമീറ്റർ അപ്പുറത്ത് കരിമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോഡ്ജിൽ ഒരു തമിഴന്മാരായ മേസ്തിരിപ്പണിക്കാരുടെ കൂടെ ഒരു മുറിയാണ് എനിക്ക് കിട്ടിയത്. അവർ 3 പേരും ഒരു കട്ടിലിൽ കിടക്കും. അവരുടെ കട്ടിലിന് താഴെ പായ വിരിച്ച് ഞാൻ കിടക്കും. അവർ കഞ്ഞി വയ്ക്കുന്നത് അരിയും ചെറുപയറും കൂടി കഴുകി അടുപ്പത്തിട്ട് തിളപ്പിച്ചാണ്. വൈകുന്നേരം അവർ കഴിക്കുമ്പോൾ എനിക്ക് കിട്ടും. ഉച്ചയ്ക്ക് എനിക്ക് ഭക്ഷണമില്ല, രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. 25 പൈസ ST അങ്ങോട്ടും 25 പൈസ ST ഇങ്ങോട്ടും കൊടുക്കാനില്ലാത്തത് കൊണ്ട് 24 കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട് ന്യൂമാൻ കോളേജിലേക്ക്. ഒരു ദിവസം രാത്രിയിൽ ഈ വെച്ച കഞ്ഞി കരിഞ്ഞു പോയിട്ട് അതിൽ നിന്ന് കോരിയെടുക്കാവുന്നതൊക്കെ കോരിയെടുത്ത് എല്ലാവരും കഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് കലം പിന്നെ കഴുകിക്കളയെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് വയറ് വിശന്നപ്പോൾ ഈ കഞ്ഞി ചിരണ്ടി കോരി കഴിച്ച ഒരു കാലമുണ്ട്. എൻ്റെ അനുഭവം ഞാനത് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ആദ്യമായി ജീവിതത്തിൽ പൈസ കൊടുത്ത് മേടിച്ച ഒരു പുസ്തകം ദി പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ഫോർ യങ് പീപ്പിൾ എന്ന് പറയുന്ന ഡോക്ടർ നോർമൻ വിൻസെന്റ് പീലിൻ്റെ പുസ്തകമാണ്. ഞാനത് എത്ര ആവർത്തി വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര ആവർത്തി അത് വായിച്ചു. അതിന് മലയാളം ട്രാൻസ്ലേഷനാണ്. ജീവിത വിജയം നിങ്ങൾക്ക് ബെറ്റർ യുവർ സെൽഫ് ബുക്സ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ഒരു പബ്ലിഷേഴ്സാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി 100 രൂപയോ മറ്റോ മുടക്കി ഞാൻ മേടിച്ച ആ ഒരു പുസ്തകം എൻ്റെ ഇൻസ്പിറേഷണൽ റീഡിങ്ങിൻ്റെ കാലമായി. ഈ ലിറ്ററേച്ചർ പഠിക്കാൻ പോയെടുത്ത് ഷെല്ലിയെയും ഷേക്സ്പിയറിനെയും ഒക്കെ കണ്ടെത്തി അതൊരു പഠിക്കാൻ വേണ്ടിയുള്ള വായന എന്നുള്ള അപ്പുറത്തേക്ക് എന്നെ സാഹിത്യപരമായിട്ട് അധികമാനും, കാരണം ഈ ജീവിക്കാൻ വേണ്ടി ഓടുന്ന ആൾക്ക് സാഹിത്യമൊന്നും തലയിൽ നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും ഡിഗ്രി കഴിഞ്ഞ് അടുത്ത ഒരു ഘട്ടം വരുന്നത് ഞാൻ പിന്നീട് പാരലൽ കോളേജ് അധ്യാപകന്റെ വേഷം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിള്ളേരെ പഠിപ്പിക്കണമെങ്കിൽ കുറേയെങ്കിലും നമ്മൾ വായിച്ചേ പറ്റൂ. അങ്ങനെ വായിക്കുമ്പോൾ ഞാനൊരു റിസോഴ്സ് പേഴ്സൺ, ഈ ലൈഫ് ഗൈഡൻസ് പറയാൻ പറ്റുന്ന ഒരാളാണ്. കാരണം ജീവിതത്തിൽ എങ്ങനെ ചവിട്ടിക്കൊല്ലാൻ നോക്കിയാലും തിരിച്ചു വരുന്നൊരു സാധനമാണ് എന്നുള്ള ഒരു ഇമേജ് ഉള്ളത് കൊണ്ട്, എങ്ങനെ മുക്കിപ്പിടിച്ചാലും ഇത് അവസാന ശ്വാസം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് തിരിച്ചു വരും എന്നുള്ളത് കൊണ്ട്
എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് പറയാൻ വേണ്ടി എന്നെ ഒരുപാട് വേദികളിൽ പ്രസംഗിക്കാൻ. അങ്ങനെ ഞാൻ 25 വർഷമായി ഞാൻ ഇടുക്കിയുടെ പ്രസംഗവേദിയിലുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ഞായറാഴ്ചയും ഞാൻ ലാസ്റ്റ് ഒരു വേദിയിൽ 400 പേരോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ ഉള്ളത് കൊണ്ട് ആൾക്കാരെന്നെ കൂടുതലായിട്ട് എനിക്കവിടെ ഈ ഇടുക്കിയിലെ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ജനങ്ങൾ കൂടുന്നത്. ഏറ്റവും കൂടുതൽ പള്ളികളുടെ ഓഡിറ്റോറിയവും അല്ലെങ്കിൽ പള്ളികളുടെ പാരീഷുകളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായും പള്ളിയും പരിസരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വളർന്നത്. പോരാത്തതിന് അധ്യാപകന്റെ കുപ്പായം അഴിച്ചു വെച്ച് ഞാൻ 7 വർഷം ഇടുക്കി രൂപതയുടെ സോഷ്യൽ വർക്ക് പ്രോഗ്രാമുകളുടെ കോർഡിനേറ്ററാണ്. അവിടുന്നാണ് ടെസ്റ്റ് എഴുതി പാസ്സായി ഞാൻ ഇവിടേക്ക് ഈ സർവകലാശാലയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വായനകൾക്ക് കുറച്ചുകൂടി ഒരു മാറ്റം വന്നത് റിലീജിയനും സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്ന് പറയുമ്പോൾ വെറുതെ ബൈബിൾ മാത്രം വായിച്ചു എന്നുള്ളതല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഇരുന്ന് കേട്ടിട്ടുള്ള പ്രഭാഷണ പരമ്പരയിൽ ഒരെണ്ണം ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ്റെതാണ്. എത്ര മനോഹരമാണ്, എത്ര രസമാണെന്ന് അറിയാമോ. മണിക്കൂറുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ പോലും നമുക്കതിൻ്റെ ആ വാഗ്ധോരണി നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. വേദങ്ങളെ വ്യസിച്ചവനാണ് വേദവ്യാസൻ. വ്യസിക്കുക എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുക. സോ ഹി എഡിറ്റഡ്. വ്യാസൻ ഡിഡ് നോട്ട് റൈറ്റ്, വ്യാസൻ വാസ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ സെഷൻ അദ്ദേഹം ആരംഭിക്കുന്നത്. ഞാനങ്ങനെ ഈ വേദങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഉപനിഷത്തുകളെ പറ്റി പറയുന്ന ക്ലാസ്സുകളിൽ ഇരുന്ന് കേട്ടിട്ടുണ്ട്. എന്നെ അതൊരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ശ്രീബുദ്ധനെ കുറിച്ചുള്ള വായനകൾ കുറേ വായിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്വാനുകരണവും ഫിലോക്കാലിയയും വായിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ വായിക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറേയധികം ഉൾവെളിച്ചങ്ങൾ തരുന്നതാണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേര് ലയോ 14 എന്നാണ്. ഇതിനു മുമ്പ് അതേ പേരിൽ ഒരാളുണ്ടായിരുന്ന ലയോ 13 ഒരുപക്ഷെ തൊഴിലാളികളുടെ മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഒരു വിശ്വപ്രസിദ്ധമായിട്ടുള്ള ചാക്രിക ലേഖനം, എൻസൈക്ലിക്കൽ, ഞാനിത് ഏതാണ്ട് മനഃപ്പാടമാക്കിയവരാണ്. റേരും നൊവാരും എന്ന് പറയുന്ന ചാക്രിക ലേഖനം. അത് അവിടെ തുടങ്ങി ഇന്നും 100-150 വർഷം മുമ്പ് എഴുതിയെന്ന് പറഞ്ഞാൽ പോലും ഇന്നും കാലിക പ്രസക്തമായിട്ട് നിൽക്കുന്ന റൈറ്റിങ്ങുകൾ അദ്ദേഹത്തിന്റെ ഈ റേരും നൊവാരും എന്ന് പറയുന്നവരുണ്ട്. ഡോക്ടർ പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന ചൈനീസ് സുവിശേഷന്റെ 3rd ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. നമ്മളെ ഒരുപാട് എന്നാ പറയുന്ന ആത്മീയമായിട്ട് നിലനിർത്തുന്ന ഒരു പുസ്തകമാണ്. ഞാനത് വായിച്ചിട്ടുണ്ട്. ഈ ചില കാര്യങ്ങളിലൊക്കെ നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന തലക്കെട്ടോടുകൂടി ഒരു പുസ്തകം വായിക്കാനിട വന്നു. അദ്ദേഹം വിമോചന ദൈവശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ഡോക്ടർ പൗലോസ് മാർ പൗലോസാണ്. അപ്പൊ ഞാനത് വായിക്കും. ആ തലക്കെട്ട് വായിക്കുമ്പോൾ അതിലെ ബൈബിളിലെ സുവിശേഷത്തിലെ ഒരു വാചകവുമായിട്ട് അതിന് ബന്ധമുണ്ട്. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു ക്രിസ്തു വരുമ്പോൾ. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടി ഈ കുഞ്ഞുങ്ങളെല്ലാം വഴക്ക് പറയുന്ന സമയത്ത് ഇവര് മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർപ്പ് വിളിക്കുമെന്ന് ക്രിസ്തു പറയുന്ന ഒരു അതിൽ നിന്നാണ് നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് പറയുന്ന ടൈറ്റിൽ ഈ പൗലോസ് മാർ തിമോത്തിയോസ് പിതാവ് എടുക്കുന്നത്. പക്ഷെ എനിക്ക് അതിശയകരമായിട്ട് തോന്നിയത് ആത്മീയനല്ലെങ്കിലും മെത്രാനല്ലെങ്കിലും 1975 കഷണ്ടി എന്ന് പറയുന്ന കവിതയിൽ KG ശങ്കരപ്പിള്ള സാർ എഴുതി വയ്ക്കുന്നു, കൂട്ടുകാരാ, ഭീരുത്വം കൊണ്ട് ഒരിക്കലും ഒരു പട്ടി കുരയ്ക്കാതിരുന്നിട്ടില്ല. ഇതാ കാലൻ, ഇതാ കള്ളൻ, ഇതാ ജാരൻ, ഇതാ പോസ്റ്റ്മാൻ, ഇതാ പിരിവുകാരോ വിരുന്നുകാരോ വരുന്നെന്ന് പട്ടി എപ്പോഴും സ്വന്തം ദർശനം അപ്പാടെ വിളിച്ചു പറയുന്നു. പക്ഷേ കൂട്ടുകാരാ, പറയേണ്ടത് പറയാതെ, ഒരു പട്ടി പോലും അല്ലാതെ, ഒരു വാല് പോലും ഇല്ലാതെ ഇവിടെ ഈ സൗധങ്ങളിൽ നാം ചീഞ്ഞു നാറുന്നു. ഞാൻ ജനിച്ച വർഷമാണ് 75. അന്ന് ശങ്കരപ്പിള്ള സാർ എഴുതിയ ഒരു കവിതയൊക്കെ പിന്നീട് നമുക്ക് ജീവിതകാലത്ത് നമ്മൾ തേടി കണ്ടെത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് പറയുന്ന ഈ ടൈറ്റിൽ വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ ഓർമ്മയിലേക്ക് ഓടി വരുന്നത് ഈ പറയുന്ന ശങ്കരപ്പിള്ള സാറിന്റെ കവിത കൂടിയാണ് എന്ന് പറയാതെ തരമില്ല. അപ്പൊ 4 തലങ്ങളെ ഞാൻ പറഞ്ഞു. ആദ്യം ഒരു കൗതുകത്തിന് വേണ്ടി തുടങ്ങിയ വായന, പിന്നീട് വേദന മറക്കുവാൻ വേണ്ടി തുടങ്ങിയ വായന, പിന്നീട് പ്രചോദനാത്മകമായ വായന, പിന്നീട് അത് റിലീജിയനും സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വായന, 5ാമത് ഇപ്പോഴത് വന്നു നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ വായിക്കുന്നതിലേറെയും ഫിലോസഫിക്കൽ റീഡിംഗ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. തത്വചിന്താപരമായിട്ടുള്ള ഈ സോക്രട്ടീസിന്റെ ഒരു രസകരമായ ഒരു തമാശയുണ്ട്. അദ്ദേഹം വിവാഹത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു വന്ന ചെറുപ്പക്കാരോട് പറയും, എനിവേ യു ഗെറ്റ് മാരീഡ്, എയ്തർ യു ഗെറ്റ് എ ഗുഡ് വൈഫ് ഓർ യു ബിക്കം എ ഫിലോസഫർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കാര്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലരെങ്കിലും തമാശയ്ക്ക് പറയും, വിവാഹ ജീവിതം സുന്ദരം അല്ലെങ്കിൽ നമ്മൾ ഫിലോസഫറായിട്ട് മാറും. എൻ്റെ വിവാഹ ജീവിതം സുന്ദരമാണ്, ഞാൻ ഫിലോസഫറും കൂടിയാണ്. ഫിലോസഫിക്കലി കുറെ അധികം എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുടുംബങ്ങളുടെ തകർച്ച ഒത്തിരി കണ്ടു വളർന്നതുകൊണ്ട് ഞാൻ ഒരുപാട് കുടുംബ കേന്ദ്രീകൃതമായ കാര്യങ്ങൾ, ദാമ്പത്യത്തെക്കുറിച്ച് പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. ദാമ്പത്യ ബന്ധത്തിന് മുമ്പും ശേഷവും പെട്ടുപോയവർക്കും പെടാൻ പോകുന്നവർക്കും കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും എൻ്റെ വായനകളിൽ, ഈ പറയുന്ന ഫിലോസഫിക്കൽ വായനകളിൽ പൗലോ കൊയ്ലോ എന്ന എഴുത്തുകാരനെ എനിക്ക് മറക്കാൻ പറ്റുകയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് പൗലോ കൊയ്ലോയുടെ ഒരു ചെറിയ കഥയാണ്. അത് ഞാൻ പറഞ്ഞുകൊള്ളാം.
മറ്റൊന്ന് ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന പുസ്തകമാണ്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നാളിതുവരെ വായിച്ചതിൽ ഹൃദയത്തിൽ നിന്നും താഴെ ഇറക്കി വയ്ക്കാൻ പറ്റാത്ത പുസ്തകങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ പറയും, ഒന്ന് ചിദംബര സ്മരണ എന്ന് പറയുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പുസ്തകം. പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ. അതിന്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചില അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതവുമായിട്ട് അതുപോലെ തന്നെ ഇഴപിരിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തേത് ബെന്യാമിന്റെ ആട് ജീവിതമാണ്. നാം ജീവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കേവലം കെട്ടുകഥകൾ മാത്രമായിരിക്കും എന്ന് പറയുന്ന ആ പുസ്തകത്തിലെ നജീബിന്റെ ജീവിതം എൻ്റെ ജീവിതത്തിലെ ഒരുപാട് പാഠഭേദങ്ങൾ നജീബിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് മറക്കാൻ പറ്റുകയില്ല. മൂന്നാമത് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന പുസ്തകം പെരുമ്പടവും ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള നോവലാണ്. അന്ന ഗ്രിഗറിന സ്നിക്കിന എന്ന് പറയുന്ന പേര് പോലും എനിക്ക് തോന്നുന്നു ഞാൻ എത്രയോ തവണ എത്രയോ പേർക്ക് അയക്കുന്ന കുറിപ്പുകളിൽ അതിനകത്ത് ദസ്തയേവ്സ്കി എന്ന് പറയുന്ന മനുഷ്യന്റെ ആത്മകഥകളിൽ പലതും എന്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എഴുത്തുകാരനും വായനക്കാരനും തമ്മിൽ താതാത്മ്യപ്പെടുന്നത്. അങ്ങനെയാണ്. എന്റെ കാര്യത്തിൽ ദൈവത്തിന് പറ്റിയ ഒരു കൈത്തറ്റുണ്ട് എന്ന് അയാൾ പറയുന്നുണ്ട്. ഒരു പക്ഷിയുടെ ആത്മാവെടുത്ത് ഒരു മനുഷ്യന്റെ കോലത്തിൽ വെച്ചു എന്ന് ദസ്തയേവ്സ്കി പറയുന്നതൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ച ചില പ്രയോഗങ്ങളൊക്കെയാണ്. അധികമാരും പരാമർശിക്കാത്ത മറ്റൊരു പുസ്തകം കൂടിയുണ്ട്. ഒരു എയ്ഡ്സ് രോഗിയുടെ ഡയറി കുറിപ്പുകൾ എന്ന പേരിൽ ഒരു കേരളീയനായ ഡേവിഡ് പെരുമായൻ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ എഴുതിയ ഒരു പുസ്തകം ഫാദർ ജോർജ് കടൂപ്പാറയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, പ്രത്യേകിച്ച് ഈ മാരക രോഗത്തിന്റെ പ്രതിസന്ധിയിൽ വന്ന ആൾക്കാർ. ഡേവിഡ് പെരുമായൻ പോസിറ്റീവ് സ്പീക്കേഴ്സ് ഫോറത്തിന്റെ ആളാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തിങ്കിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട് പോസിറ്റീവ് അല്ല, HIV പോസിറ്റീവ് ആയവരുടെ റീഡിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവ് സ്പീക്കേഴ്സ് ഫോറത്തിൽ പോകുന്ന മറ്റൊരു രോഗിയാണ് ഈ ഡേവിഡ് പെരുമായൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടുമുട്ടിയ എയ്ഡ്സ് രോഗികളുടെ ജീവിതാനുഭവങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. വായിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ രണ്ട് പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് കൗമാരത്തിനൊരു കൈവിളക്ക്, അത് ടീനേജ് പേരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2012 പുറത്തിറക്കിയ ചെറിയ പുസ്തകമാണ്. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, കുഞ്ഞു ബുക്കാണ്. മറ്റൊന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, അതെൻ്റെ ആത്മകഥയാണ്. വിഷാദകാലത്തെ കനവുകൾ എന്ന പേരിൽ ഒരു PDF ആയിട്ട് 20 ചാപ്റ്ററുള്ളൊരു പുസ്തകം. അത് പ്രിന്റ് എടുത്തിട്ടില്ല, PDF ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. അത് ഒരൊറ്റമൂലി മരുന്ന് മാത്രമായിട്ട് ഞാൻ ആർക്കും അതങ്ങനെ പ്രിന്റ് ചെയ്ത് വായിക്കാൻ കൊടുക്കുന്നില്ല. ജീവിതം അടുത്തു മരിക്കാൻ പോവുകയാണെന്ന് പറയുന്നവർക്ക് മാത്രം കൊടുക്കും. അതിന് നല്ല ഫലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 10-20 പേരൊക്കെ അത് വായിച്ചിട്ടുള്ളൂ. പക്ഷെ വായിച്ചവർക്ക് ആർക്കും പിന്നീട് മരിക്കണമെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ എഴുത്ത് അങ്ങനെ ഫേസ്ബുക്കിലും അല്ലാതെ വാട്സപ്പിലും സുഹൃത്ത് വലയത്തിനൊക്കെ കൂടി ആയിട്ട് എഴുതിയതെല്ലാം കൂടി ഒരു 500ഓളം എണ്ണം. എൻ്റെ 50ാം പിറന്നാളാണ് അടുത്ത മാസം. അതൊക്കെ സമാഹരിച്ച ഒരു പുസ്തകമാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ പബ്ലിഷേഴ്സുള്ള ചർച്ചയൊന്നും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്നെ സ്വാധീനിച്ച രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ പൗലോ കൊയ്ലോയാണ്. എല്ലാവരും ചാടിക്കയറി ആൽക്കമിസ്റ്റിലേക്ക് പോകും, 5th മൗണ്ടനിലേക്ക് പോകും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ലൈക്ക് ദ ഫ്ലോയിങ് റിവർ എന്ന് പറയുന്ന ചെറിയൊരു ഒരു കഥകളുടെയും ലേഖനങ്ങളുടെയൊക്കെ ഒരു സമാഹാരമുണ്ട്. അതിനകത്താണ് ദ സ്റ്റോറി ഓഫ് ദ പെൻസിൽ എന്ന് പറഞ്ഞിട്ട് പെൻസിലിന്റെ കഥ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നു. ഒരു കൊച്ചുകുട്ടി പെൻസിൽ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരമ്മ വല്യമ്മ അടുത്തിരുന്നിട്ട് പറയും, ഈ പെൻസിൽ നമ്മുടെ ജീവിതത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നറിയാമോ? അപ്പോൾ കുഞ്ഞിന് വലിയ കൗതുകമായിട്ട് കുഞ്ഞ് ചോദിക്കും, ഇതെങ്ങനെയാണ് ഈ പെൻസിൽ നമ്മുടെ ജീവിതത്തിന് തുല്യമാകുന്നത്? അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, ഒരു പെൻസിലിനും തനിയെ എഴുതാൻ കഴിയുകയില്ല. പെൻസിലിന്റെ മേശപ്പുറത്ത് വെച്ചാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, പെട്ടിക്കകത്ത് വെച്ചാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ബുക്കിനകത്ത് വെച്ചാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഒരു പെൻസിലിന് എഴുതാൻ കഴിയണമെങ്കിൽ ഒരു കൈ അതിനെ എടുക്കണം. അപ്പോൾ നിന്റെ ജീവിതം ഒരു പെൻസിലാണെങ്കിൽ ലെറ്റ് സമ്മൺ ടേക്ക് ഇറ്റ്, ദൈവം നിന്നെ എടുക്കട്ടെ, ദൈവത്തിന് എഴുതാൻ വിട്ടുകൊടുക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ട്, പെൻസിൽ എത്ര മനോഹരമായി പുറന്തോട് കൊണ്ട് പണിതിട്ടും കാര്യമില്ല. നമുക്ക് സ്വർണം കൊണ്ട് പെൻസിൽ പണിയാം, നമുക്ക് എന്താ പറയുന്നത് ചന്ദനം കൊണ്ട് പെൻസിൽ പണിയാം, നമുക്ക് ഇരുമ്പ് കൊണ്ട് പെൻസിൽ പണിയാം. ആ പെൻസിലിന്റെ പുറന്തോടല്ല പെൻസിൽ, പെൻസിലിന്റെ ഉള്ളിലെ ലെഡാണ് പെൻസിൽ എന്ന് പറയുന്നത്. നമുക്ക് എത്ര പുറമോടി ഉണ്ടായിട്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥനാണ്, പ്രൊഫസറാണ്, അല്ലെങ്കിൽ കൃഷിക്കാരനാണ്, ഈ പുറന്തോടുകളിലൊന്നും കഥയില്ല. ഈ ആതിര മാഡം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ മനുഷ്യനാവുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ. അപ്പോൾ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു നാമ്പ് ഉള്ളിലില്ലെങ്കിൽ നമ്മൾ ഈ പുറന്തോടുകളിലൊന്നും യാതൊരു കഥയുമില്ല. പുറന്തോടുകളിലൊന്നും ഇന്നും നമ്മുടെ തെരുവുകളിൽ എത്രയോ പേരാണ് വഴിയിൽ വണ്ടി അപകടത്തിൽപ്പെട്ട് ചോര വാർന്നു മരിക്കുന്നത്. എത്രയോ പേര് കാഴ്ച കണ്ട് ഫോട്ടോ എടുത്ത് കടന്നു പോകുന്നു. മനുഷ്യൻ എവിടെയാണ്? പണ്ട് ഗ്രീക്കിൽ ഒരു ഫിലോസഫർ സോക്രട്ടീസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹമാണ് നട്ടുച്ചയ്ക്ക് റാന്തലുമായിട്ട് ഈ കത്തിച്ചു പിടിച്ച റാന്തലും കൊണ്ട് ഏതൻസിലൂടെ ഇറങ്ങി നടന്നു എന്ന് പറയുന്നൊരു കഥയുണ്ട്. ഇതെന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനുഷ്യരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യരെ തിരയുന്ന പ്രോസസ്സ് ഇപ്പോഴും നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അപകടം പറ്റിയവർക്കും എല്ലാവർക്കും കഴിക്കാനുള്ളതുകൊണ്ട് എന്നിട്ടും കുറേ പേര് പട്ടിണിയിലാണ്. എല്ലാവർക്കും ജീവിക്കാനുള്ളതുകൊണ്ട് എന്നിട്ടും ചിലരൊക്കെ റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ഈ പുറന്തോടുകൾ മാത്രമേ ഉള്ളൂ, ഉള്ളില്ല എന്നുള്ളതാണ്. മൂന്നാമതൊരു കാര്യം ഇദ്ദേഹം പറയുന്നത്,
ഈ പെൻസിലിൻ്റെ നാമ്പ് എഴുതി എഴുതി മാഞ്ഞു പോകുന്ന സമയത്ത് പെൻസിൽ ഉപയോഗിക്കുന്ന ആൾ അതിനെ പെൻസിൽ വെട്ടിയിൽ കയറ്റി 4 തിരി തിരിക്കും. അപ്പോൾ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള പുറന്തോടൊക്കെ അടർന്നു പോകും. പക്ഷേ അതിൻ്റെ നാമ്പ് ഷാർപ്പൻഡ് ആയിട്ട് വരും. ജീവിതത്തിലെ മോശമായ അനുഭവങ്ങൾ, റിജക്ഷൻ്റെ അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന, മാറ്റി നിർത്തപ്പെടുന്ന, ഒറ്റപ്പെടുത്തുന്ന, പുറന്തള്ളുന്ന അനുഭവങ്ങളൊക്കെ ഒരുതരം പെൻസിൽ വെട്ടിയായിട്ട് നമ്മൾ കാണണം. അത് നമ്മളെ പുറന്തോടുകളെയൊക്കെ മുറിക്കും, പക്ഷെ നമ്മുടെ ഉള്ളു കുറെ കൂടി ഷാർപ്പായിട്ട് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. 4 അദ്ദേഹം പറയുന്നത് എല്ലാ പെൻസിലിൻ്റെയും ചുവട്ടിൽ ഒരു കഷ്ണം റബ്ബർ വെച്ചിട്ടുണ്ടാവും എന്നാണ്. ആ റബ്ബർ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ വരയ്ക്കുന്ന വര പാളിപ്പോവും, എഴുതുന്ന അക്ഷരം തെറ്റിപ്പോവും, അന്നേരം പിന്നോട്ട് ചെന്ന് അത് മായ്ച്ചു കളയണം. ജീവിതത്തിൻ്റെ പിന്നറ്റത്ത് ഒരു കഷ്ണം റബ്ബർ വയ്ക്കണം. ബന്ധങ്ങളിലൊക്കെ സോറി എന്ന് പറയണം, സാരമില്ലെന്ന് പറയണം, ചേർത്ത് പിടിക്കണം, കൂടെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 5-ാമത്തെ കാര്യം, 10 തവണ എഴുതി 10 തവണ വെട്ടിക്കഴിയുമ്പോൾ ഈ പെൻസിലൊക്കെ കുറ്റി പെൻസിലായി പോവും, പിന്നെ ഇല്ലാണ്ടാവും. പക്ഷേ ആ പെൻസിൽ വരച്ചു വെച്ച മനോഹരമായ ചിത്രങ്ങൾ പിന്നീട് ചരിത്രത്തിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് മുമ്പേ കടന്നു. എന്തുകൊണ്ടാണ് PN പണിക്കർ സാറിനെ ഇന്ന് ഓർമ്മിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ എഴുത്തുകാരെല്ലാം മരിച്ചു മൺമറഞ്ഞു പോയിട്ട് അവരെ ഓർമ്മിക്കുന്നത്? അവരെ അടയാളപ്പെടുത്തി വെച്ചതൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്കിന്നൊരു പ്രഭാഷണം കേട്ട് 2 പുസ്തകം വായിച്ച് കടന്നു പോവുക എന്നുള്ളതല്ല, ചരിത്രത്തിൽ നമ്മളെ കൂടി അടയാളപ്പെടുത്തിയിട്ട് കടന്നു പോവുക എന്ന് പറയുന്ന ഒരു കാര്യം ബാക്കിയുണ്ട്. ഒറ്റ കാര്യം കൂടി ബാക്കി. ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്നെ ആകർഷിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അതിനകത്തെ 3 വാക്കുകളാണ്. ഈ വ്യാപാരിയുടെ അടുത്ത് ജോലി ചോദിച്ചു ചെല്ലുന്ന സിദ്ധാർത്ഥനോട് എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്ന മറുപടിയുണ്ട്, ഐ ക്യാൻ തിങ്ക്, ഐ ക്യാൻ വെയിറ്റ്, ഐ ക്യാൻ ഫാസ്റ്റ്. 3 കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് ആലോചിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ ചെറു തലമുറയെക്കുറിച്ച് ചിലപ്പോൾ പറയുന്ന ആലോചനാശേഷി ഇല്ല എന്നാണ്. ഐ ക്യാൻ വെയിറ്റ്, കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ട്. ആൻഡ് ഐ ക്യാൻ ഫാസ്റ്റ്, എന്തൊക്കെ വേണ്ടെന്ന് വയ്ക്കാം എന്നുള്ള കാര്യം എനിക്ക് വേണ്ടെന്ന് വയ്ക്കാനുള്ള കഴിവുണ്ട്. ഐ ക്യാൻ തിങ്ക്, ഐ ക്യാൻ വെയിറ്റ്, ഐ ക്യാൻ ഫാസ്റ്റ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഹാപ്പിനെസ്സിന്, വിജയത്തിന് ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ അത് ഇത് തന്നെയാണ്. ആലോചിക്കാനുള്ള കഴിവ്, കാത്തിരിക്കാനുള്ള കഴിവ്, വേണ്ടെന്ന് വയ്ക്കാനുള്ള കഴിവ്. വായിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. വായിക്കുന്ന കാര്യങ്ങളെ വാക്കുകളായിട്ട് അടയാളപ്പെടുത്തുക. ബൈബിൾ വായിച്ചു പോകുമ്പോൾ അതിനകത്ത് എവിടെയോ വരണ്ട് കിടക്കുന്ന അസ്ഥികളുടെ താഴ്വരയിൽ പോയി പ്രവാചകൻ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നു. ആ പ്രസംഗം കഴിയുമ്പോൾ ഈ വരണ്ടുപോയ അസ്ഥി കഷ്ണങ്ങളിൽ അത്രയും മാംസവും ജീവനും ഉണ്ടായി എന്ന് പറയുന്ന ഒരു രംഗം അതിനകത്തുണ്ട്. എനിക്കൊന്ന് വാക്ക് അത് തന്നെയാണ്. വാക്ക് ജീവനാണ്, വാക്ക് ആത്മാവാണ്, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വാക്കാണ്. ഈ വായനാ ദിനത്തിന് കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.